ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സൺഡേ ആയിട്ട് പുറത്തൊന്ന് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പുതിയ വർഷം തുടങ്ങാനായിട്ടാകെ ഒരു ദിവസവും കൂടി ഉള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മളൊന്നും നാളത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല. ജനുവരി 1 ആവട്ടെ തുടങ്ങാം എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇന്ന് തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങി എടുത്താലേ നമുക്ക് അപ്പോഴത്തേക്കും ഒരു ചേഞ്ച്, നമുക്കൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു ചേഞ്ചെങ്കിലും ഉണ്ടായി തുടങ്ങണമല്ലോ അല്ലേ. ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരാവശ്യവുമില്ല. എനിക്കൊരു ചേഞ്ച് വേണം, അത് നാളെ നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമൊന്നുമല്ല എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് ഓരോ കാര്യങ്ങളും പറ്റുന്നത് ഇപ്പോൾ ഓരോ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അഫർമേഷൻസ് ഒക്കെ എഴുതുന്നത് മാക്സിമം രാവിലെ രാത്രിയിലൊക്കെ എഴുതാനായിട്ട് നോക്കുക. നിങ്ങളുടെ വിഷ് ലിസ്റ്റൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് 100 ഒറ്റ ദിവസം അല്ലെങ്കിൽ 200 ഒറ്റ ദിവസമോ 2 ദിവസമോ എന്നൊന്നുമല്ല. നിങ്ങൾക്ക് ആലോചിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ വിഷ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെന്തും ആയിക്കോട്ടെ, എത്ര ചെറിയ കാര്യങ്ങളും ആയിക്കോട്ടെ. നിങ്ങൾ ആദ്യമേയൊക്കെ അഫർമേഷൻസ് എഴുതുമ്പം മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ സാധിക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ ആ ഒരു ബിലീഫ് സിസ്റ്റം വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു വിശ്വാസം നമുക്ക് കൂടും. അത് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിതിലേക്ക് വിശ്വസിച്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ വിശ്വാസം കൂടുമ്പോൾ ഒരു സംശയമില്ലാതെ നമ്മൾ എല്ലാത്തിനെയും കണ്ടു തുടങ്ങുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്ത് തുടങ്ങുക. ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഡേ ടൈമായിരുന്നു, തിരിച്ച് വന്നപ്പോൾ നൈറ്റായി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. 2025 വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു. റോഡ് നിറയും ഫുള്ള്. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തു, അധികമൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പം എനിക്ക് എന്ന് വെച്ചാൽ അതിലേക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ വീഡിയോ എടുത്തു, കുറച്ചൊക്കെ ഹസ്ബൻഡും എടുത്തു. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ പോയി കേട്ടോ. എന്നിട്ട് ഇങ്ങ് തിരിച്ചു പോന്നു. ഹസ്ബൻഡിന് കോൾഡ് ഉണ്ടായിരുന്നു, മോനും ചെറിയ കോൾഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് പോന്നു. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയർ പ്ലാൻസൊക്കെ എന്താണ്? ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. നല്ല രീതിയിൽ ഇനി മുന്നോട്ട് പോകണം. ഇനി ഹാപ്പി ആയിട്ട് ഇരുന്നേ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യം മനസ്സിലങ്ങ് ഉറപ്പിച്ച് തീരുമാനിക്കുക. നിങ്ങളെ ഒരുപാട് പേര് വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും, ടെൻഷൻ അടുപ്പിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും അവർക്ക് ക്ഷമിച്ചു കൊടുക്കും തോറും എന്താ സംഭവിക്കുക എന്നറിയോ? ഇപ്പോൾ നമ്മൾ പറയും, നമ്മൾ വിട്ട് കളയുക, ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ലതാണ്. ലോ ഓഫ് അട്രാക്ഷനിലാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ മെഡിറ്റേഷനിലേക്ക് അടുക്കുമ്പം ചില ആളുകളെ നമ്മളുടെ ലൈഫിൽ നിന്നും ഡിറ്റാച്ച് ആക്കി കളയും എന്നുള്ളത്. അതറിയാം, യൂണിവേഴ്സിനറിയാം. അവരെ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന, നമുക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി തരുന്ന ആളുകളായതുകൊണ്ട് യൂണിവേഴ്സ് തന്നെ നമ്മളിൽ നിന്ന് അവരെ നീക്കി കളയുന്നതാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് പോകുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് വിഷമിപ്പിച്ച, എന്നെ ഒരുപാട് ഇൻസൾട്ട് ചെയ്ത, ബുദ്ധിമുട്ടിച്ച ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന റിലേഷൻഷിപ്പ് അല്ലേ, അവരല്ലേ ഇവരല്ലേ എന്നോർത്ത് നമ്മൾ വീണ്ടും വീണ്ടും വിട്ടുകളയും, ക്ഷമിക്കും. പക്ഷേ നമ്മളെ ആ ക്ഷമയെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ ക്ഷമിക്കരുതെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. നമ്മുടെ ക്ഷമയെ വീണ്ടും വീണ്ടും യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ക്ഷമിക്കും തോറും നമ്മളുടെ വില പോകുന്നതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചു, അല്ലെങ്കിൽ നമ്മളോട് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ചെയ്തത് തെറ്റായി എന്നുള്ളൊരു കുറ്റബോധം പലർക്കും ഉണ്ടാവാറില്ല. നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നത് വീണ്ടും കുഴപ്പമില്ല, ഇനി അവരോട് അങ്ങനെ ചെയ്യാം, അത് പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും എടുക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും മോശമായിട്ട് പെരുമാറാൻ, അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യാനായിട്ട്, നമ്മളെ കരയിപ്പിക്കാനായിട്ടൊക്കെ ഉള്ളൊരു ടൂളായിട്ടാണ് നമ്മളിൽ ക്ഷമയെ പലരും കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും പല ആളുകളുടെയും ബിഹേവിയർ കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് ഇങ്ങനെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ അത്രയ്ക്ക് വിഷമിപ്പിക്കുന്ന ചില ആൾക്കാർ ചിലപ്പോൾ അടുത്ത റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കാം. അവിടെ നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. കാരണം അല്ലെങ്കിൽ ക്ഷമിക്കും തോറും നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ കരഞ്ഞു തീരുന്ന ഒരവസ്ഥയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊന്നും മാറ്റിയെടുക്കാനായിട്ട്
വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം നമ്മളങ്ങനെ ഡെയിലി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരിക, ബുദ്ധിമുട്ടുകൾ വരിക, തലവേദന, BP കുറവ്, ക്ഷമിച്ച് ക്ഷമിച്ച് സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാവുക, ആ ഒരു രീതിയിൽ പല മെസ്സേജുകളും എനിക്ക് വരാറുണ്ട്. കാരണം നമ്മൾ ക്ഷമിക്കും തോറും നമ്മുടെ കോൺഫിഡൻസിൻ്റെ ലെവൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സ്വന്തമായിട്ട് പലർക്കും തോന്നി തുടങ്ങുന്നു, എന്നെ ഒന്നിനും കൊള്ളില്ല, എല്ലാവരും, അതായത് നമ്മൾ ക്ഷമിക്കുന്നതാണ്, പക്ഷെ അത് പലരും മുതലെടുത്ത് ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് കയറി ഇറങ്ങി പറഞ്ഞിട്ട് അങ്ങ് പോവുക, ഇങ്ങനെയുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അത് അവരുടെ ബോധമില്ലായ്മയായിരിക്കാം, പക്ഷേ അവർക്കറിയാം ആരോട് എങ്ങനെ നിൽക്കണം എന്നുള്ളത്. അവരെല്ലാവരോടും അങ്ങനെയല്ല പെരുമാറുന്നത്. ഇന്ന സ്ഥലത്ത് ഇങ്ങനെ മതി, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ള ചിന്ത കാരണമാണ് അവരങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ മാറ്റിയെടുക്കണം, അല്ലേ? അപ്പം എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്കിഷ്ടമല്ല, എന്നോട് ഇനി ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ രീതികൾ മാറും എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മളുടെ ചിന്തകളിലും കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എൻ്റയർ ലൈഫ് തന്നെ മാറും. അല്ലെങ്കിൽ ഫുള്ള് എന്ത് കിട്ടിയാലും ക്ഷമിച്ച് മിണ്ടാതിരിക്കും തോറും ചിലപ്പോൾ നമ്മൾ വളരെ വീക്കാവുകയും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ലോ ആവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഓപ്പോസിറ്റ് പൈനാപ്പിൾ പോലെയുള്ളൊരു ബിൽഡിങ്, അത് പൈനാപ്പിൾ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിനകത്ത് പൈനാപ്പിളിൻ്റെ തൊലി പോലെയാണ് അതിൻ്റെ വിൻഡോസൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലടിക്കുന്ന ഭാഗം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോവും, വെയിലടിക്കാത്ത ഭാഗം മാത്രം ഓപ്പൺ ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇത് റൈറ്റ് സൈഡിലായിട്ടാണ് കാണുന്നത്, പക്ഷേ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള വീഡിയോസ് എടുത്തിരുന്നു, പക്ഷേ ആ ഒരു അത്ഭുതം കാരണം ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ എൻ്റെ ക്യാമറ ഓൺ അല്ലായിരുന്നു. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ആ ഒരു ഭാഗം, അത് കുറേ മിനിറ്റുകളുള്ള ഒരു ക്ലിപ്പായിരുന്നു, അത് ഫുള്ള് റെക്കോർഡായില്ല. എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരം ഇരുട്ടിയിട്ടാണ് തിരിച്ചു വന്നിരുന്നത് കേട്ടോ. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എനിക്ക് കുഞ്ഞിനെ കഴിപ്പിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഫുള്ളങ്ങനെ ക്യാമറ ആയിട്ട് നടക്കാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു മാളിലൊക്കെ കയറി. ഇത് മാളല്ല, ഭയങ്കര വലിയൊരു, ഇതിനകത്ത് ലുലു ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെയൊക്കെ കയറി. ഒരുപാട് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല, എന്നാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഇവിടുത്തെ റൈഡുകളിലൊക്കെ മക്കളെ ജസ്റ്റ് ഒന്ന് കയറ്റി. ഒരു റൈഡിൽ മാത്രമേ കയറ്റിയുള്ളൂ കേട്ടോ. പിന്നെ അവിടെ ഫുഡ് കോർട്ട്സൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ കുഞ്ഞ് അവിടെ ഇങ്ങനെ കയറണം എന്നൊക്കെ പറഞ്ഞ് വഴക്കിട്ടു. പക്ഷേ അത് നമ്മുടെ ഫുഡൊന്നും അല്ല കേട്ടോ, ഫിലിപ്പീൻസിൻ്റെ അങ്ങനെയുള്ളവരുടെയൊക്കെ ഫുഡാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. പുറത്തിറങ്ങിയിട്ട് നമ്മുടേതായിട്ടുള്ള നാട്ടിലെ ഹോട്ടലുകളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, അവിടെ കയറിയാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അത്യാവശ്യം ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ടു, ഒരു റൈഡിലൊന്ന് കയറ്റി, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് നമ്മുടെ അബുദാബി എമിറേറ്റ്സ് പാലസ് ഉണ്ട്, അവിടെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് ഒന്നിനും സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തവണ ഇവിടെ കയറി. അപ്പം അടിപൊളി വ്യൂ ആണ്, ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി. നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെ കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പേസിലൊക്കെ ഇരുന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തോന്നും, അത്രയും രസമാണ്. ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട്, ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളും അങ്ങനെ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇതിലും രസമാണ്. ഇത് പാലസാണ്, അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എമിറേറ്റ്സ് പാലസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഫുൾ വാട്ടർ വെച്ചിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറി. ഇവിടെ ആൾക്കാർ വന്ന് സ്റ്റേ ചെയ്യും, നല്ല റേറ്റാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നതിനൊക്കെ. നമ്മളിവിടെ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വിസിറ്റേഴ്സിനെയൊക്കെ അലോ ചെയ്യുന്നുണ്ട്, ഒരു ഭാഗം വരെ നമുക്ക് അവിടെ വരെ കയറി കാണുകയൊക്കെ ചെയ്യാം. ഒത്തിരി രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ കാണാനായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒട്ടും ക്ഷമിക്കേണ്ട എന്നല്ല, വിട്ടുകളയേണ്ട എന്നല്ല, ക്ഷമിക്കണം, വിട്ടുകളയണം. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് യൂസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളോട് എത്ര ദ്രോഹം ചെയ്താലും നമ്മൾ ക്ഷമിച്ചു കൊടുക്കുമ്പോൾ, ബന്ധങ്ങൾക്ക് വാല്യൂ കൽപ്പിച്ച് നമ്മൾ ക്ഷമിച്ചും വിട്ട് കളയുകയും ചെയ്യുമ്പോൾ, ഒരു മര്യാദ തിരിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു കൺസിഡറേഷൻ തിരിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ഷമയെ ഒരു വില കൊടുക്കാതെ വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നും പറഞ്ഞ് പിന്നെയും നമ്മളോട് മോശമായിട്ട് പെരുമാറുക, നമ്മളെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് വരാം. കാരണം നമ്മുടെ സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും വിലയോർത്ത് ക്ഷമിച്ച് കൊടുക്കുമ്പോൾ അത് യൂട്ടിലൈസ് ചെയ്ത് അതിലൊരു കുറ്റബോധം തോന്നാതെ വീണ്ടും മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരോട്
ഒരകലം പാലിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഡൗൺ ആയിപ്പോവും, നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ ഇല്ലാതാവും, നമ്മളെ ഒന്നിനും കൊള്ളാത്ത ഒരാൾക്കാരായി ഇവരൊക്കെ തീർത്ത് കളയും. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഒഴിവാക്കാനായിട്ട് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു പരിധി വരെ ക്ഷമ നല്ലതാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധത്തിൽ നിന്നും ഒരു അകലം പാലിക്കുന്നത് എപ്പോഴും വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു തിയറി നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോളുക. ഒരിക്കലും മറക്കരുത്. ക്ഷമ നല്ലതാണ്, വിട്ടുകളയുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാം ഒരു പരിധി വരെ. അതിനുശേഷം പറ്റുന്നില്ല, അത് നിങ്ങളെ തകർത്ത് കളയാണ്, ഡൗൺ ആക്കുകയാണ്, നെഗറ്റീവ് മാത്രമാണ് തരുന്നുണ്ടെങ്കിൽ കുറച്ച് ചേഞ്ചസ് നമ്മളുടെ രീതികളിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മളതിന് ശേഷം പാലസിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്കവിടെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അവിടെ ഒത്തിരി ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ടൊക്കെ. ഒത്തിരി ഇവർക്ക് കിട്ടിയ കുറേ അവാർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ഗ്ലാസ് ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ പോയി നോക്കി. ഞാൻ കുറേയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില നോക്കുമ്പോൾ വീട്ടിൽ വന്നപ്പോൾ പല ക്ലിപ്സും കാണാനില്ല. ഇനി റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതാണ്, ഒന്നും അറിയില്ല. ഇതാണ് അവരുടെ അവാർഡ്സൊക്കെ. അതൊക്കെ നമ്മൾ പോയി നോക്കി. നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ വിസിറ്റേഴ്സും ഉണ്ട് കേട്ടോ. അവർക്കായിട്ടുള്ള കാണാനായിട്ടുള്ള സ്പേസൊക്കെ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ സ്റ്റേ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ കടത്തിയൊന്നും വിടില്ല കേട്ടോ. ഒരു പ്രത്യേക സ്പേസ് വരെ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ എന്നുള്ളതാണ് കാര്യം. അങ്ങനെ ഇതായി. അപ്പോൾ ഭയങ്കര രസമുണ്ട് കാണാൻ. നമുക്ക് വിസിറ്റേഴ്സിന് ടോയ്ലറ്റൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, അടിപൊളി ആംബിയൻസ് ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതിൻ്റെ ചില സ്പേസ് കാണുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനും അങ്ങനെ ഒന്ന് കാമായിട്ടിരിക്കാനായിട്ടൊക്കെ ഉള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും, ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനത്തെ സ്പേസുകളൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വേറൊരു കാര്യം, അബുദാബിയിൽ വരാനായിട്ട് ഞാൻ എന്താണ് ചെയ്തത്, എങ്ങനെയാണത് മാനിഫെസ്റ്റ് ആയത്, ഫസ്റ്റ് ടൈം ആണോ അബുദാബിയിൽ വരുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം അല്ല അബുദാബി വരുന്നത്, സെക്കൻഡ് ടൈമാണ് കേട്ടോ. ഇതിന് മുന്നേ വന്നത് ഒരു 2-2.5 വർഷം മുന്നേ, 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെയൊക്കെ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ 2 വർഷത്തിന് മുന്നെയാണ് ഇവിടെ വന്നത്. 2 വർഷത്തിൽ കൂടുതലായി കേട്ടോ. അതിന് മുന്നേ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ കുറേ അധികം നാൾ ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു. പിന്നീട് നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോയ സമയത്ത് നമ്മളെപ്പോഴും വിചാരിക്കുമായിരുന്നു പെട്ടെന്ന് തന്നെ തിരിച്ച് വരണം. എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വരും കേട്ടോ, വേഗം തന്നെ തിരിച്ച് വരുമെന്ന് എപ്പോഴും പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഓരോരോ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഓരോരോ ടെൻഷൻസും പ്രശ്നങ്ങളും ഒക്കെ കാരണം എൻ്റെ മൈൻഡ് ഡൗണായി. ഞാൻ മെഡിറ്റേഷൻസ് ഒന്നും ചെയ്യാതെയായി. നമ്മളുടെ മൈൻഡ് ഡൗൺ ആകുമ്പോൾ, നമ്മുടെ മൈൻഡ് ആ ഒരു അലൈൻമെൻറ്റിൽ നിന്ന് പോകുമ്പോൾ, നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് പോകുമ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻ ലെവൽ ഭയങ്കരമായിട്ട് ലോവസ്റ്റായി പോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും നടക്കാതെയാവും. നമ്മൾ എക്സ്ട്രീംലി ഡൗൺ ആയി, എക്സ്ട്രീംലി നെഗറ്റീവായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻസൊക്കെ ഭയങ്കര ഞാൻ എൻ്റെ മൈൻഡിനെ എന്ന് ഒരു ഹയർ പോയിന്റിൽ കൊണ്ടുവച്ചിട്ട് എനിക്ക് അബുദാബിയിൽ വരേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അഫർമേഷൻസ് ചെയ്തു തുടങ്ങിയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങിയോ, അത് കുറച്ച് ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്കകം തന്നെ എനിക്ക് സാധിച്ചു കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരാളോടും പറഞ്ഞു പോലുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമുക്ക് നമ്മുടെ ഗ്രേറ്റ് പ്ലാൻസ് അല്ലെങ്കിൽ വലിയ വലിയ പ്ലാൻസ്, ആഗ്രഹങ്ങൾ, ഇതൊന്നും ഒരാളോടും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ പലർക്കും ഡൗട്ടുണ്ട്, നമ്മുടെ വിഷ് ലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ അഫർമേഷൻസ് എഴുതുന്നത് അതൊക്കെ ആരെങ്കിലും കാണിക്കണോ എന്നുള്ളത്. അതൊക്കെ എന്തിനാണ് എല്ലാവരെയും കാണിക്കുന്നത്? അത് നമ്മളുടെ ഒരു പ്രൈവസി ആയിട്ട്, നമ്മുടെ ഒരു വേൾഡ് പോലെ നമുക്കത് കീപ്പ് ചെയ്താൽ പോരെ. ആരെ കാണിക്കാനാണ് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെപ്പോഴും നമ്മളുടെ മാത്രമായിട്ടുള്ളൊരു പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, ആ ഒരു അലൈൻമെൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങളിലുള്ള തെറ്റും ശരിയുമൊക്കെ ഒരാളോടും ആലോചിക്കാതെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ 100 പേരോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പം 100 പേര് 100 അഭിപ്രായങ്ങൾ പറയും. നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു തീരുമാനത്തിൽ എത്താൻ പറ്റാതെ ഉള്ളൊരവസ്ഥയാകും. ശരിക്കും എല്ലാത്തിൻ്റെയും ഉള്ള ആൻസർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്.
റോളക്സ് വാച്ച് കണ്ടോ, ഞാൻ അതിൻ്റെ മുന്നിൽ കുറേ നേരം നിന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യവും നമ്മൾ തീരുമാനിച്ചോട്ടെ, അല്ലെങ്കിൽ ഇന്ന കാര്യം നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും. അതെന്ത് കാര്യം ആയിക്കൊള്ളട്ടെ, അതിൻ്റെയൊക്കെ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അത് ശരിയാവുമോ തെറ്റാവുമോ എന്നുള്ളതിൻ്റെയൊക്കെ ആൻസർ നമ്മുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കും. ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പലരും അവരുടെ പോയിന്റ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. അതിൽ നമ്മളുടെ നമ്മുടെ ജീവിതം എന്താണെന്നോ, അല്ലെങ്കിൽ നമ്മൾ എന്തിലൂടെ പോകുന്നു, നമ്മളുടെ ആവശ്യം എന്താണെന്നോ ഒരാൾക്കും മനസ്സിലാകണമെന്ന് പോലും ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കമൻറ്റാണ്, ഗൾഫിലാണ്, എനിക്ക് നാട്ടിൽ ഹസ്ബൻഡിൻ്റെ കൂടെ ഗൾഫിൽ പോയി നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? അല്ലാതെ ഹസ്ബൻഡ് ഗൾഫിലാണ്, നാട്ടിൽ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ നിൽക്കാനായിട്ട് ഒരു ഭാര്യയും ആഗ്രഹിക്കില്ല. മക്കളുമായിട്ട് ഫാമിലിയായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് മറ്റുള്ള പല ആൾക്കാർക്കും പൈസ കളയുകയാണെന്നും, ഇതിൻ്റെ ആവശ്യം എന്താ, പൈസ അയച്ചു തരുന്നുണ്ടല്ലോ, ഇവിടെ അങ്ങ് നിന്നാൽ പോരെ, അങ്ങനെ പല രീതിയിലും പലതും തോന്നാം. പക്ഷേ ഈ ഭാര്യയുടെ ഫീലിങ്സ് എന്താണെന്നോ, ഭർത്താവിൻ്റെ ഫീലിങ്സ് എന്താണെന്നോ, മക്കളുടെ ഫീലിങ്സ് എന്താണെന്നോ ഒരാൾക്കും മനസ്സിലാവില്ല. അവരൊക്കെ പറയുമ്പോൾ പൈസ വെറുതെ കളയാണ് എന്നുള്ള ഒരു കമൻ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ ആ പൈസ ഇവരാരും തരുന്നതല്ല. ഇവർ ഈ ഭാര്യയും ഭർത്താവും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ വെറുതെ കുറ്റങ്ങളും കുറവുകളും പറയാൻ പുറത്തുനിന്ന് പലരും ഉണ്ടാവും. അപ്പം അത് കേട്ട് തളർന്നു നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ആവില്ല എന്നുള്ളതാണ് സത്യം. നമുക്കതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അഭിപ്രായങ്ങൾ എല്ലാവരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രോപ്പറായിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നല്ല ഒരു അലൈൻമെൻറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യണം, എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് തന്നെ സാധിക്കും. അത് കറക്റ്റായിട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് പേരുടെ ആവശ്യമൊന്നും വരില്ല. അല്ലെങ്കിലും നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഫാമിലിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ലൈഫിൽ എന്ത് വേണം എന്നുള്ളത് സ്വന്തമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാൻ സാധിക്കണം. നമ്മുടെ ലൈഫിലെ കാര്യങ്ങളെ തീരുമാനമെടുക്കാനായിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ലൈഫ് എന്താണ്, ഏതാണ്, എന്തിലൂടെ പോകുന്നു എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവിടെ തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പം ആ തീരുമാനം എടുക്കുന്നത് ശരിയാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ ഈ ഭയങ്കര വിഷമങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജീസ് എന്നൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനം പോലും എടുക്കാൻ പറ്റാത്തൊരു മെൻറ്റാലിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ആവാൻ പറ്റാതെ പോകും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യേണ്ടത്, ഏതൊരു കാര്യവും, ഇപ്പം നമ്മളൊരു പുതിയ ബിസിനസ് തുടങ്ങുകയാണ്, എന്താണെന്നുണ്ടെങ്കിലും കറക്റ്റ് ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെ റെഡിയാക്കി വെക്കണം. മൈൻഡിനെ നല്ലൊരു അലൈൻമെൻറ്റിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഒരുപാട് ഇരുന്ന് ആലോചിക്കുക പോലും വേണ്ട. നമുക്ക് കറക്റ്റ് ഒരു വിഷൻ കിട്ടും, നമ്മൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ മൈൻഡിനെ നല്ല രീതിയിലൊന്ന് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ആയിട്ട്, ഈ ഒരു 2025 നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ എങ്ങനെ നല്ല രീതിയിൽ അലൈൻഡ് ആക്കി കൊണ്ടുവയ്ക്കാം എന്നുള്ളതാണ്. എപ്പോഴും നല്ലൊരു വൈബ്രേഷനിൽ ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷൻ ആയിരിക്കണം കേട്ടോ, അല്ലാതെ നെഗറ്റീവായിട്ടുള്ള ഒന്നും ആയിരിക്കരുത്. അങ്ങനെ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് നെഗറ്റീവായി ഡൗൺ ആയിരുന്ന സമയം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഗൾഫിൽ പോക്കൊക്കെ ഒത്തിരി ഡിലേ ആയി കേട്ടോ. അങ്ങനെ 2 years കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൺ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് നല്ല രീതിയിലൊക്കെ കൊണ്ടുപോയി, അത് നല്ല രീതിയിലാക്കി എടുക്കാനൊക്കെ കുറേ ടൈം എടുത്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് ഫ്രീ ആയിരുന്ന സമയത്തൊക്കെ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പല ഡിസ്ട്രാക്ഷൻസും വരുമ്പം അത് നമ്മുടെ എല്ലാ ഏരിയാസിലും എഫക്റ്റ് ചെയ്യും. കരിയറിൽ എഫക്റ്റ് ചെയ്യും, ഫാമിലി ലൈഫിലും എല്ലായിടത്തും. പിന്നെ ഞാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയും ടെൻഷൻ അടിച്ചിരിക്കുകയും ചെയ്യുമ്പോൾ അത് എൻ്റെ മക്കളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഞാനൊന്ന് കരയുമ്പം എൻ്റെ മക്കളവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നു. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അത് മാത്രമാണ് കേട്ടോ. അപ്പം പലരും നമ്മളെ കുറേ വിഷമിപ്പിച്ചിട്ട് അങ്ങ് പോകും, പല ബുദ്ധിമുട്ടുകളും പറഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ട് പോകും. എൻ്റെ മക്കളുടെ മുന്നിൽ എന്നെ ഇൻസൾട്ട് ചെയ്യുകയും കളിയാക്കുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മറുപടി പറയാൻ പറ്റാതെ ഞാനൊന്നും പറയാതെ ഇരുന്ന സമയമൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും നമ്മളെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് നമ്മളെ എത്ര മോശമായിട്ട് എന്ത് പറഞ്ഞാലും നമ്മൾ റിയാക്ട് ചെയ്യാനോ പാടില്ല, അവരോട് ഡിറ്റാച്ച്മെൻറ്റ് ഇടാൻ പാടില്ല.
അങ്ങനെ എനിക്കറിയില്ല ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ രീതിയിലാവുന്നത് എന്നുള്ളത്. ആരോടും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതി. അപ്പോൾ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും അർഹിക്കുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം, അങ്ങോട്ട് കൊടുത്താലേ തിരിച്ചും കിട്ടുള്ളൂ എന്നുള്ളത് എപ്പോഴും ആലോചിക്കുക. ഞാൻ എപ്പോഴും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ഒരു പ്രത്യേക, അത് എല്ലാവർക്കും അറിയാം, അവർക്കറിയാം എങ്ങനെ രീതിയിൽ നിൽക്കണം, എത്ര മര്യാദയോടെ നിൽക്കണം എന്നുള്ളത്. പക്ഷെ ചില ആളുകളോട് മാത്രം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇത്രയ്ക്കൊക്കെ റെസ്പെക്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാരോട് മാത്രം ഒരു മര്യാദയും ഇല്ലാതെയൊക്കെ പെരുമാറുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ക്ഷമിച്ചു കൊടുക്കും തോറും അവരതിനെ എന്താ അത് അങ്ങ് ഒരവസരമാക്കി കണ്ടെടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്യാം, ഇവളെന്ത് ചെയ്താലും സഹിച്ചോളും, ആ ഒരു രീതി. അപ്പം ഞാനത് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ മക്കളെയായിരുന്നു. അപ്പം എൻ്റെ മക്കൾ, എൻ്റെ മൂത്ത മോനൊക്കെ പറയാൻ തുടങ്ങി, അമ്മയോട് എന്തിനാ, അമ്മയെ ഒത്തിരി വിഷമിക്കുന്നുണ്ടല്ലേ, അമ്മ എന്തിനാ അവരങ്ങനെ പറയുന്നേ, വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായി എനിക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. എൻ്റെ കരിയറിൽ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി, എൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡിലേ ആയി. ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും സാധിക്കാതെ ആയി. എൻ്റെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങി, എൻ്റെ യൂട്യൂബ് ചാനലിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങി, പല രീതിയിൽ എല്ലാം ഡൗൺ ആയി തുടങ്ങി. പക്ഷെ അപ്പോഴും ഞാനതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് എൻ്റെ വിഷമങ്ങളിലായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വിഷമങ്ങളെ, അതെന്തോ ആയിക്കോട്ടെ, ഇനി അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിൽ നിന്നും എന്നെ വിഷമിപ്പിക്കുന്ന എന്താണോ അതിൽ നിന്ന് 100% ഉറപ്പിച്ച് അതിൽ നിന്നും ഞാൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ട് എൻ്റെ എല്ലാം ഞാൻ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സത്യമായിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായത് അന്ന് തൊട്ടാണ് കേട്ടോ. എൻ്റെ മക്കൾ ഒരുപാട് ഫ്രീ ആയതും ഞാൻ ഒരുപാട് ഫ്രീ ആയതും അപ്പം തൊട്ടാണ്. അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം എന്നെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അതിൽ നിന്നൊക്കെ ഡിറ്റാച്ച്മെൻ്റ് ആയി. ഇങ്ങനെയുള്ള എന്നെ വിഷമിപ്പിക്കുന്ന ആൾക്കാരോട് ഒരുപാട് അകലം കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ ലൈഫിൽ എനിക്ക് പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ തൊട്ടാണ് എൻ്റെ ഔദാബി പോക്കൊക്കെ പിന്നെയും ശരിയായത്. ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ മൈൻഡിനെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ വീണ്ടും അഫർമേഷൻസ് എഴുതാൻ തുടങ്ങി. അതായത് ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. വിഷ്വലൈസേഷനിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് ഫോട്ടോസ് അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഫോട്ടോസ് കിട്ടും. ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിൽക്കുന്നത്, അങ്ങനെയുള്ള ഫോട്ടോസ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് എൻ്റെ കയ്യിൽ വയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ വേണം അത് പാക്ക് ചെയ്യുന്നത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി, വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഓരോ സാധനങ്ങളുടെ ലിസ്റ്റുകൾ ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ടിക്കറ്റ് എടുക്കുന്നത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. വളരെ ഹാപ്പി ആയിട്ട്, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സമയത്ത്. പക്ഷെ അതിനെയൊക്കെ മാറ്റി ഞാൻ എൻ്റെ ഗോൾസിൽ മാത്രം ഫോക്കസ് ചെയ്തപ്പോൾ, കാരണം എനിക്കതൊരു ഒരു വാശിയെന്ന് പറയാൻ പറ്റില്ല. എന്നെ വിഷമിപ്പിച്ച സാഹചര്യങ്ങളോട് ഇനി ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, എനിക്കതിനെ ഞാൻ ഇനി ഒട്ടും മൈൻഡ് ചെയ്യത്തില്ല എന്നുള്ളത് ഞാൻ നന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ലൈഫിൽ വന്നത് ശരിക്കും മിറാക്കിൾ തന്നെയായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് എൻ്റെ ഗൾഫിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ശരിയായത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഇങ്ങനെ പോവാം എന്നുള്ളൊരു കാര്യം തന്നെ നമുക്ക് വരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഒറ്റ ആഴ്ച കൊണ്ട് എല്ലാം ശരിയായി കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വില്ലേജ് എന്തോ ഒരു കൺസ്ട്രക്ഷൻ്റെ ഇതായിട്ട് ഉള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഞാൻ ഫിലിമിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു സംഭവം കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഭയങ്കര രസമാണ്. നമുക്കതിൽ ഓരോന്നും അതിൽ സീ ഭാഗം, കടലിൻ്റെ ഭാഗമൊക്കെ അവിടെ ബോട്ടൊക്കെ കണ്ടോ, കുഞ്ഞു കുഞ്ഞു ബോട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അങ്ങനെ ഓരോ ഭാഗവും നന്നായിട്ട് നമുക്ക് കുറേ നേരം ഒന്ന് ഞാൻ നോക്കി കേട്ടോ. കുറേ നേരം നോക്കുമ്പോൾ നമുക്കതൊരു അത്ഭുതമായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ലൈഫിൽ കാണുന്ന ഓരോന്നിനെയും ഞാൻ കാണുന്ന ഓരോ അത്ഭുതമായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത്. എന്ത് കണ്ടാലും അതിനെല്ലാം ഞാൻ താങ്ക് യു പറയാറുണ്ട്. നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ, അതെത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാത്തിനും നന്ദി പറയുക. നമ്മുടെ നെഗറ്റീവ് വൈബ്രേഷനെ ഒഴിവാക്കുക പൂർണ്ണമായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ലത് ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും പ്രശ്നങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മുടെ ലൈഫ് ഇല്ലാതെയാവും, നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവുന്നൊരവസ്ഥ വരും. നമ്മൾ ഐ ലോസ് മൈ സെൽഫ് എന്ന് പറയില്ലേ, ആ ഒരവസ്ഥയിലൊക്കെ ഞാൻ എത്തിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ടെൻഷൻ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ തന്നെ ആകുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. പലർക്കും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിൽ നിന്ന് ഞാൻ റിക്കവർ ആകാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്, അത് അവർക്കും അറിയാം. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നക്കാരായ ആൾക്കാർക്ക് എന്തിനാണ് നമ്മുടെ ലൈഫിൽ ഒരു സ്പേസ് കൊടുക്കുന്നത്? അത് നമ്മുടെ തന്നെ തെറ്റല്ലേ? അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ലൈഫ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെ എഴുതി തുടങ്ങുക. നിങ്ങൾക്ക് ആദ്യമേ ചെയ്യുമ്പം പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നത്തില്ലായിരിക്കും. എന്നാലും പതുക്കെ പതുക്കെ എഴുതി തുടങ്ങുക. വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ അഫർമേഷൻസ് എല്ലാം 10 എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 5 എഴുതി തുടങ്ങുക. പലരും പറയാറുണ്ട് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ആകെ മൂഡ് ഔട്ടാണ്, സൂയിസൈഡ് ടെൻഡൻസിയാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഫീലിങ്സൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ തന്നെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും. അവസാനം ഒരു സീറോയിൽ പോയി നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് ആ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ലൈഫ് എങ്ങനെയാവണം, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഇത്രയും നെഗറ്റീവുകളും വിഷമങ്ങളും തരുന്ന ആൾക്കാരെ ലൈഫിൽ നിന്നും മാറ്റി നിർത്താനായിട്ടുള്ള ഒരു ഗട്ട്സ് ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഞാനിപ്പോൾ പറഞ്ഞില്ല, നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ പവർ ഭയങ്കരമാണ്. നെറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനെയൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കൊരു എക്സാക്റ്റ്ലി ഒരു ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം എന്താണ് വേണ്ടതെന്നുള്ളത്. അത് ആലോചിച്ച് തീരുമാനിക്കുക. എന്നിട്ട് അതൊരു ഗോളാക്കി എടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്ത് അതിനു വേണ്ടി ട്രൈ ചെയ്യുക. അതാണ് വേണ്ടത്. നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. അത് വേണോ ഇത് വേണോ അങ്ങനെ 10 ആഗ്രഹങ്ങളല്ല. അതായത് ഇപ്പം എവിടെയെങ്കിലും പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അബുദാബി ആണെങ്കിൽ അബുദാബി ആണോ ദുബായ് ആണോ US ആണോ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് വരരുത്. അങ്ങനെ എക്സാക്ട്ലി എന്താണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ ആദ്യം തന്നെ മനസ്സിലുണ്ടാക്കിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ ആക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ആ ഒരു ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു മെൻ്റൽ അലൈൻമെൻറ്റ് കറക്റ്റ് ആകണം. നമ്മുടെ നെഗറ്റീവ് വൈബ്രേഷൻസൊക്കെ മാറി പോസിറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും മൈൻഡാണ് എല്ലാം എന്നുള്ളത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ മൈൻഡിനെ ആക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി എപ്പോഴും കൊണ്ടുവരിക കേട്ടോ. അതിന് ശേഷം അതിന് വേണ്ടി ആ ഒരു മനസ്സിനെ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരിക. അതിന് ശേഷം കുറച്ച് വിഷ്വലൈസേഷൻ ടെക്നിക്കുകളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻ തരുന്ന ആളുകളിൽ നിന്നും സാഹചര്യത്തിൽ നിന്നുമൊക്കെ ഒഴിവായി നിൽക്കുക. ഈ കാണിച്ച സീനറീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. രാവിലെ എഴുന്നേറ്റാൽ കണ്ണാടിയിൽ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ചെറിയ ചിരി വേണ്ട, ചിരി നന്നായിട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ചിരി വരുന്നില്ലെങ്കിലും കണ്ണാടിയിൽ നോക്കി നിർബന്ധിക്കുക അങ്ങ് ചിരിക്കാനായിട്ട്. അതൊരു എക്സസൈസ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ബൈ.